അശ്ലീല സന്ദേശം അയച്ചെന്ന യുവനടിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു. നേതൃത്വം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് അധ്യക്ഷ സ്ഥാനം രാഹുൽ രാജിവെച്ചത്. നിയമവിരുദ്ധമായ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ആ യുവനടി എൻ്റെ അടുത്ത സുഹൃത്താണ്. അവരെന്നെ പറ്റിയാണ് പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, വിശ്വസിക്കുന്നുമില്ല. അവർ എൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ പറയുന്നത് ഉത്തമമായ ബോധ്യം, രാജ്യത്തെ നിയമം പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിനെതിരായിട്ട് നിയമവിരുദ്ധമായ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല, അത് ഉത്തമമായ ബോധ്യമാണ്. ഇനി അതിനപ്പുറം ആർക്കെങ്കിലും ആർഗ്യുമെന്റ് ഉണ്ടോ? ആ ആർഗ്യുമെന്റ് ഉള്ള ആളുകൾ പരാതിപ്പെട്ടാൽ ഞാൻ കോടതിയിൽ പോയി, ഈ രാജ്യത്ത് നീതിന്യായ സംവിധാനത്തിൽ പോയിട്ട് എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റുമെന്നുള്ള ഉത്തമമായ ബോധ്യമുണ്ട്. കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യതയല്ലത്. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം 1:30. അപ്പോൾ ഇതുവരെ കൊടുത്ത വാർത്തകൾക്കൊന്നും ഒരു അടിസ്ഥാനമില്ല. എന്നോടൊരു ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിട്ടില്ല. അത് തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന ജോലി ഞാനും ചെയ്യാം. എന്നോട് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു തെളിയിച്ചാൽ ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ്. ആ രാജിവെക്കുന്നത് ഞാൻ കുറ്റം ചെയ്തതുകൊണ്ടല്ല, എന്നെ ന്യായീകരിക്കേണ്ടെന്ന ബാധ്യതയല്ല പാർട്ടി പ്രവർത്തകർക്കുള്ളത്. പാർട്ടി പ്രവർത്തകർ ആർജവത്തോടുകൂടി ഈ സർക്കാരിന്റെ കൊള്ളരുതായ്മകൾക്കെതിരെ ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകർ ആഞ്ഞടിക്കും. അത് സൈബർ ഇടത്തിൽ, തെരുവിൽ, പ്രക്ഷോഭങ്ങളിൽ, മാധ്യമങ്ങളിൽ ഞങ്ങൾ ആഞ്ഞടിക്കും. ആ ആഞ്ഞടിക്കേണ്ട സമയത്ത് തന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കലല്ല കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യത എന്നുള്ളതുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ സമയത്തെ കൂടി മാനിച്ചുകൊണ്ട് അവർക്ക് വലിയ ജോലിയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും വരികയാണ്. അപ്പോൾ അവർ ആ ജോലിയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് എൻ്റെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരോടുമുള്ള എൻ്റെ അഭ്യർത്ഥന, പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ അഭ്യർത്ഥന, എൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടുന്ന ബാധ്യത ഞാൻ ഏറ്റെടുക്കും. ഞാൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യത നമ്മൾ ഈ സർക്കാരിൻ്റെ കൊള്ളരുതായ്മകളെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ്. അത് തുറന്നു കാണിച്ചുകൊണ്ടേ നമ്മളിരിക്കും. അത് തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സമയം വിനിയോഗിക്കും. സാജു ലിജോ റോളൻസും ചേരുന്നുണ്ട്. ആദ്യം ലിജോയിലേക്ക്. ലിജോ, ഗതികെട്ട് നാണം കെട്ട് പടിയിറങ്ങേണ്ടി വന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹം ആ പ്രസ് മീറ്റിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടതാണ്. അതിനെ ഏത് രീതിയിൽ ന്യായീകരിച്ചു, വളച്ചൊടിച്ചു എന്നൊക്കെയുള്ളത് കണ്ടതാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലെ വസ്തുതകൾ ഇനിയും പരിശോധിക്കപ്പെടേണ്ടതുമാണ്. അതിനുശേഷം പ്രതിപക്ഷത്തിന്റെ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധിക്കുന്നു. ഒപ്പം ഭരണപക്ഷ സംഘടനകൾ, യുവജന സംഘടനകളെല്ലാം പ്രതിഷേധ രംഗത്തേക്ക് എത്തുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാലക്കാട്ടെ ഓഫീസിൽ വലിയ പ്രതിഷേധമുണ്ട്. പത്തനംതിട്ടയിൽ ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ, ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പരാതി വന്നാൽ അതിനെ നേരിടാം എന്നൊക്കെ പറഞ്ഞു നിർത്തുന്നിടത്തു നിന്ന് എന്താണ് രാഹുലിന്റെ വാർത്താ സമ്മേളനത്തിലൂടെ മനസ്സിലാക്കിയത് എന്നതുൾപ്പെടെയുള്ള വിശദമായ വിവരങ്ങൾ. യെസ്, ലിജോയിലേക്ക് എത്താം. സാജു ചേരുന്നുണ്ട്. സാജു, ACCയുടെ ഇടപെടലാണ് ഈ രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള പരാതികൾ നേതൃത്വത്തിന് ലഭിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിനെ പ്രതിരോധിക്കുക എന്നത് എത്രത്തോളം കടുപ്പമായിരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ച്? ഇന്നിപ്പോൾ VD സതീഷിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും 2 പ്രസ് മീറ്റുകൾ നമ്മൾ കണ്ടതാണ്. ആ 2 പ്രസ് മീറ്റുകളിൽ നിന്ന്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, VD സതീശൻ ബന്ധപ്പെട്ടിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്, പരാതി ലഭിച്ചിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ. പക്ഷേ VD സതീഷിന്റേത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള, ഇല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പ്രതികരണമായിരുന്നു എന്ന് പറയേണ്ടി വരും. അത്തരത്തിൽ നോക്കുമ്പോൾ ഈ പ്രതികരണങ്ങളിൽ പോലും വന്നിട്ടുള്ള ഭിന്നിപ്പ്, ഇല്ലെങ്കിൽ ആ ഒരു വ്യത്യാസം, അത് വരും ദിവസങ്ങളിലും കുറച്ചുകൂടി പ്രതിഫലിക്കാനല്ലേ സാധ്യത? ധന്യ, ഹൈക്കമാൻഡിന്റെ ശക്തമായ നിലപാടിനെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയേണ്ടി വന്നത് എന്നത് വസ്തുതയാണ്. ഹൈക്കമാൻഡിന്റെ മനസ്സറിഞ്ഞതുപോലെയുള്ള നിലപാട് സംസ്ഥാനത്തെ നേതാക്കളും എടുത്തു. പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി അനിവാര്യമാണ് എന്ന വിലയിരുത്തലിലേക്ക് രാവിലെ തന്നെ നേതാക്കൾ എത്തിച്ചേർന്നിരുന്നു. രാജി വൈകുന്ന ഓരോ നിമിഷവും പാർട്ടിക്കത് പേരുദോഷമുണ്ടാക്കുമെന്ന കർശനമായ നിലപാട് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായ രമേശ് ചെന്നിത്തല തന്നെ ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. VD സതീശനാവട്ടെ ഗൗരവമായ പരാതിയാണ് ഉയർന്നു വന്നിരിക്കുന്നത്, അതിൽ മുഖം നോക്കാതെയുള്ള നടപടിയുണ്ടാകുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. സമാനമായ പ്രതികരണങ്ങളൊക്കെ തന്നെയായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെയും K സുധാകരന്റെയും ഒക്കെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്ന് അത് മുഴുവൻ കേട്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്തരത്തിൽ അതിശക്തമായ നിലപാടുകൾ ഉയർന്നു വന്നതോടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തുടരാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. തുടർന്നായിരുന്നു രാജി. ഹൈക്കമാൻഡ് വഴി യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തോട് രാജി ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ ആ രാജി സമർപ്പിച്ചു. പിന്നാലെയാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്റെ രാജി പാർട്ടിക്ക് വേണ്ടിയുള്ള ഒരു സ്ഥാനത്യാഗം എന്ന നിലയിൽ അവതരിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു രാഹുൽ മാങ്കൂട്ടം നടത്തിയത്. നാണംകെട്ടുള്ള പടിയിറക്കമാണ് എന്ന് വരാതിരിക്കാനും അദ്ദേഹം ശ്രമിച്ചു. പക്ഷേ ഉയർന്നു വന്ന ആരോപണങ്ങൾ മേൽ തനിക്കെതിരെ നിയമപരമായ ഒരു പരാതി പോലും ഇല്ല എന്നതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് പ്രതിരോധമായി ഉയർത്തിക്കാണിക്കാനുണ്ടായിരുന്നത്.
അദ്ദേഹത്തിൻ്റെതായി പുറത്തുവന്ന ശബ്ദ സന്ദേശങ്ങൾ അടക്കമുള്ളവ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതൊക്കെ ആർക്കും സൃഷ്ടിക്കാൻ കഴിയുന്നതാണല്ലോ എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അത് തന്റെ ശബ്ദമല്ല എന്ന് പോലും അദ്ദേഹത്തിന്റെ ഒരു ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്ത്, അതായത് ഉത്തരവില്ലാതെ രാഹുൽ ഉരുണ്ട് കളിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, ഇല്ലെങ്കിൽ ഓഡിയോ നിർമ്മിക്കുന്ന കാലമല്ലേ, പരാതിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നത് എത്രത്തോളം ബാലിശമാണ്. അത് ഒരുപക്ഷെ കോൺഗ്രസിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ള വാക്കുകളല്ലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലുടേത്. തീർച്ചയായും രാഹുൽ ഗതികെട്ട് ഇറങ്ങിപ്പോവുകയാണ്, നാണം കെട്ടുള്ളതാണ് തന്റെ രാജി എന്ന് വരാതിരിക്കാനായി വലിയ ശ്രമം നടത്തിയിരുന്നു. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. കാരണം അദ്ദേഹത്തിന് ഉയർന്നു വന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് അംഗീകരിച്ചുകൊണ്ടാണ് രാജി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും നിയമസഭാ അംഗമായി തുടരുന്നതിന്റെ ധാർമ്മികത കൂടി ചോദ്യം ചെയ്യപ്പെടും. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രതിരോധമാണ് രാഹുൽ മാങ്കൂട്ടം സൃഷ്ടിച്ചത്. അത് വലിയ കാര്യമൊന്നുമില്ലാത്ത പ്രതിരോധമായിരുന്നു എന്നുള്ളതായിരുന്നു വസ്തുത. കാരണം അദ്ദേഹത്തിന് ആകെ പറയാനുണ്ടായിരുന്ന നിയമപരമായ പരാതി തനിക്കെതിരെ ഇല്ല എന്നുള്ളതായിരുന്നു പ്രധാനമായി. അദ്ദേഹത്തിന്റെ ശബ്ദമല്ല പുറത്തു വന്നത് എന്നുപോലും പൂർണ്ണമായ തോതിൽ ആർജവത്തോടുകൂടി നിഷേധിക്കാൻ കഴിയാതെ പോയ രാഹുൽ മാങ്കൂട്ടത്തെയാണ് നമ്മൾ ഈ വാർത്താ സമ്മേളനത്തിൽ കണ്ടത്. അദ്ദേഹം ആകെ പറയുന്നത് ഹൈക്കമാൻഡ് തന്നോട് രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്ന കാര്യം. രാജി വെച്ചു എന്ന വാർത്ത വന്നപ്പോൾ താൻ ഈ നിമിഷം വരെ രാജിവെച്ചിട്ടില്ല, 1:32 ഇപ്പോഴാണ് രാജിവെക്കുന്നത് എന്ന് പറയുന്ന എന്നൊക്കെ അടക്കമുള്ള ഒരു നാടകങ്ങൾ പൂർണ്ണമായി നടത്താനുള്ള ഒരു നാടകം നടത്താനാണ് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടം ശ്രമിച്ചത്. പക്ഷേ അതിദയനീയമായി പരാജയപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പടിയിറക്കമായി തന്നെ ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് കൂടി ഏറ്റ തിരിച്ചടിയാണ് എന്നുകൂടി നമുക്ക് വിലയിരുത്തേണ്ടി വരും. നമുക്കറിയാം പല MLA-മാർക്കെതിരെയും സമാനമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അവരൊന്നും MLA സ്ഥാനം രാജിവെക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനും അങ്ങനെ രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ല. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നമുള്ളത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിന് രാഹുൽ മാങ്കൂട്ടത്തെ മുന്നിൽ നിർത്തി അദ്ദേഹത്തിനൊരു സീറ്റ് നൽകിക്കൊണ്ട് പോരാട്ടത്തിന് ഇറങ്ങാൻ കഴിയുമോ എന്നുള്ളതാണ്. അവിടെ അതിന് സാധ്യമല്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇപ്പോഴും അദ്ദേഹത്തിന് കിട്ടുന്ന ഗുണം എന്ന് പറഞ്ഞാൽ ഇതിലെ ഇരകളാരും പരാതിയുമായി മുന്നോട്ട് പോയിട്ടില്ല, നിയമപരമായ വഴികളിലൂടെ അവരാരും സഞ്ചരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ നിയമപ്രശ്നങ്ങളിലേക്ക് ഇപ്പോൾ എത്തില്ല എന്ന് വേണം നമ്മൾ വിലയിരുത്താൻ. പുറമേ നിന്നുള്ളവർ പരാതി കൊടുക്കുന്നതൊന്നും അത് അത്രത്തോളം മുന്നോട്ട് പോകാനുള്ള സാധ്യതയില്ല. അതിനൊക്കെ നിയമപരമായ വഴികൾ എന്ന് പറയുന്നത് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ, ഇതിനകത്ത് ഇരകളുണ്ടെങ്കിൽ, ഇരകൾക്ക് പരാതി ഉണ്ടെങ്കിൽ അവർക്ക് പോലീസിനെ സമീപിക്കാം, കോടതിയെ സമീപിക്കാം എന്നുള്ളതല്ലാതെ മറ്റു പരാതികൾക്കൊന്നും വലിയ അടിസ്ഥാനമില്ല എന്നുള്ളത്. അതൊക്കെ ഒരു രാഷ്ട്രീയ പോരുകളായി മുന്നോട്ട് പോകും എന്നതിനപ്പുറത്തേക്ക് കാര്യമില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെയും ആത്മവിശ്വാസം എന്ന് പറയുന്നത് നിയമപരമായ ഒരു പരാതിയും തനിക്കെതിരെ ഇതിനകത്ത് മറുഭാഗത്തുള്ളവരാരും വലിയ ഗൗരവം. അത് രാഹുൽ പറഞ്ഞു പോയ വാവിട്ടുപോയ കാര്യമായിട്ട് ഒരുപക്ഷെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇതിൽ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നത് ഉൾപ്പെടെയുള്ള വളരെ ഗൗരവകരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നമ്മൾ അതിന്റെ ഓഡിയോ ക്ലിപ്പ് കണ്ടതാണ്. അപ്പോൾ അതിന് നിർബന്ധിക്കുക, ഇല്ലെങ്കിൽ പരാതിപ്പെട്ടിട്ടില്ലല്ലോ എന്ന് അത്ര ധൈര്യത്തിൽ പറയാൻ സാധിക്കില്ല. കാരണം ആ സ്ത്രീ എന്താണ് അനുഭവിക്കുന്നത്, എന്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ചൊന്നും നമുക്കറിയില്ല. ഒരു പക്ഷേ നാളെയായിരിക്കും അവർക്ക് പരാതി നൽകാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ വീണ്ടും വലിയ കുടുക്കിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കടക്കുന്നു. സംസ്ഥാന നേതൃത്വത്തിന് ഒരു തരത്തിലും അദ്ദേഹത്തെ സഹായിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ MLA സ്ഥാനത്തിൽ ചെറിയ ഇളക്കം സംഭവിക്കാൻ ഒരു സാധ്യതയില്ലേ. നേരത്തെ സാജി സൂചിപ്പിച്ചതുപോലെ ഇനിയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ കാണും.